Good morning. നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് ഫിസിക്സിലെ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു നമ്മൾ കവർ ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ബാക്കി നമുക്ക് ഒരു ടോപ്പിക് കൂടി ഒരു ബാക്കി പറയാനുണ്ട്. സോ അത് കൃത്യമായിട്ട് ഇതിലൂടെ ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം കേട്ടോ. സോ ഒരു പ്രാവശ്യം കൂടി നമുക്കൊന്ന് റിവിഷൻ ചെയ്യാം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് പൊട്ടൻഷ്യോമീറ്റർ ആയിരുന്നു. പഠിച്ചുകൊണ്ടിരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പൊട്ടൻഷ്യോമീറ്റർ ആയിരുന്നു. എന്തിനാ പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിക്കുന്നത്? പറഞ്ഞത് രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അളക്കാനാണ് ഏത് ഉപയോഗിക്കുന്നത്? പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിക്കുന്നത്. രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അളക്കാനാണ് ഏത് ഉപയോഗിക്കുന്നത്? പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് രണ്ട് ആപ്ലിക്കേഷൻസ് നമ്മൾ പറഞ്ഞായിരുന്നു. രണ്ട് ആപ്ലിക്കേഷൻ. ഒന്ന് ഏതായിരുന്നു? ടു കമ്പയർ EMF ഓഫ് ടു സെൽസ്. ടു കമ്പയർ EMF ഓഫ് ടു സെൽസ്. രണ്ട് ബാറ്ററികളുടെ എന്ത് കമ്പയർ ചെയ്യാൻ? EMF കമ്പയർ ചെയ്യാൻ നമുക്ക് ഏത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ നമ്മൾ ചെയ്ത റിവിഷൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അതിനുശേഷം നമുക്ക് ലാസ്റ്റ് കിട്ടിയ ഫോർമുല ആയിരുന്നു E1/E2 ഈക്വൽ ടു L1/L2. ഇതാണ് അതിന്റെ ലാസ്റ്റ് കിട്ടിയ ഈക്വേഷൻ. E1/E2 ഈക്വൽ ടു എന്താ വരിക? L1/L2. ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് രണ്ട് ബാറ്ററികളുടെ അല്ലെങ്കിൽ രണ്ട് സെല്ലിന്റെ എന്ത് കമ്പയർ ചെയ്യാം? EMF കമ്പയർ ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ട് ഡെറിവേഷൻ ഒക്കെ നമ്മൾ പറഞ്ഞതാണ്, വർക്കിങ്ങും കാര്യങ്ങളും ഒക്കെ. ഓക്കെ, അപ്പൊ ആദ്യത്തെ ആപ്ലിക്കേഷൻ നമ്മൾ അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ, സെക്കൻഡ് ആപ്ലിക്കേഷൻ. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ആയിരുന്നു എന്ത്? രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്തായിരുന്നു? ടു ഫൈൻഡ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ. To find the internal resistance of a cell. അതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ബാറ്ററിയുടെ ഉള്ളിലുള്ള റെസിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇന്റേണൽ റെസിസ്റ്റൻസ്. അത് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നോട്ടിൽ എഴുതിയതാണ്. ഇറ്റ് ഈസ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ആൻ ഇലക്ട്രോലൈറ്റ് അഗെയിൻസ്റ്റ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറന്റ്. നമുക്ക് ഈ ക്ലാസ്സിൽ നോട്ട് എഴുതിയതാണ്. അപ്പൊ ആ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ ഏത് അക്ഷരം കൊണ്ട് എഴുതുക? R കൊണ്ടാണ് എഴുതുക. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? ഓം തന്നെയാണ്. ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏതുകൊണ്ട് എഴുതുക? R കൊണ്ടാണ് എഴുതുക. അതിന്റെ യൂണിറ്റും എന്ത് തന്നെയാണ്? ഓം തന്നെയാണ്. ഓക്കെ, അപ്പൊ അതും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക്, മീൻസ് ഇതിന്റെ വർക്കിങ്ങിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞ? എന്താ ആവശ്യം? ടു ഫൈൻഡ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ. എന്തായാലും അർത്ഥം? ഒരു ബാറ്ററിയുടെ ഇന്റേണൽ ആയിട്ടുള്ള എന്ത് കാണാൻ? റെസിസ്റ്റൻസ് കാണാൻ നമുക്ക് ഏത് ഉപയോഗിക്കാം? പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിക്കാം എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വേണമെങ്കിൽ നമ്മളിവിടെ നോക്കാം. പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് കാണേണ്ടത്? ഇന്റേണൽ റെസിസ്റ്റൻസ്. ആരുടെ? ഒരു സെല്ലിന്റെ. ഓക്കെ, സോ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് വരയ്ക്കുക? പൊട്ടൻഷ്യോമീറ്ററിന്റെ ഡയഗ്രാം വരയ്ക്കുക. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇത് പ്രൈമറി സർക്യൂട്ട് ആണ്. പിന്നെ ഇവിടെ നിന്ന് നമ്മുടെ 10 മീറ്റർ നീളമുള്ള പൊട്ടൻഷ്യോമീറ്ററിന്റെ വയറ്. ഇത് എ, ഇത് അറ്റം ബി. ടോട്ടൽ 10 മീറ്റർ നീളമുള്ള വയറാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. 10 മീറ്റർ നീളമുള്ള വയറിനെ എത്ര സെഗ്മെന്റുകളാക്കിയിട്ട്? 10 സെഗ്മെന്റുകളാക്കിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോ സെഗ്മെന്റിന്റെ നീളം എന്ന് പറയുന്നത് എത്രയായിരുന്നു? 1 മീറ്റർ ആയിരുന്നു. അത് നമ്മൾ പറഞ്ഞതാണ്. പ്രൈമറി സർക്യൂട്ട് നോക്കൂ, ഒരു മാറ്റമില്ല. നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെ ഒരു റിയോസ്റ്റാറ്റ് ഉണ്ട്, ഒരു ബാറ്ററി ഉണ്ട്, അതുപോലെ ഒരു കീ ഉണ്ട്. ശരിയല്ലേ? ഒരു ബാറ്ററി, ഒരു കീ, ഒരു റിയോസ്റ്റാറ്റ് പ്രൈമറി സർക്യൂട്ടില്. സെക്കൻഡറി സർക്യൂട്ടിലാണ് മാറ്റം.
സെക്കൻഡറി സർക്യൂട്ടിൽ ഒരു ബാറ്ററി, ഒരു ഗാൽവനോമീറ്റർ, ഒരു ജോക്കി, ഈ ബാറ്ററിക്ക് അക്രോസ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് ബോക്സ്, അത് കീ K2 എന്ന് പറയുന്ന ഒരു കീയിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് കീ K2. സോ ശ്രദ്ധിക്കേട്ടോ, നമ്മൾ ഏതാ പറഞ്ഞത്, നമ്മുടെ കമ്പാരിസൺ ഓഫ് EMF പറഞ്ഞ പോലെ അത്ര എളുപ്പമല്ല ഇന്റേണൽ റെസിസ്റ്റൻസ് കാണുവാനുള്ള ഈ ഒരു ഡെറിവേഷൻ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത് രണ്ടും എപ്പോഴും പരീക്ഷയ്ക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്റേണൽ റെസിസ്റ്റൻസ് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെറിവേഷൻസ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ കറക്റ്റ് ആയിട്ട് ഇവിടെ തന്നെ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. പിന്നെ ഇത് ഓഫ്ലൈൻ ക്ലാസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ വീണ്ടും വീണ്ടും പ്ലേ ചെയ്ത് നോക്കാം, എന്നാലും ശ്രദ്ധിക്കാം. അപ്പൊ നോക്കുക, ഒരു റിയോസ്റ്റാറ്റ് ഉണ്ട്, ഒരു ബാറ്ററി ഉണ്ട്, പിന്നെ എന്തുണ്ട്, ഒരു കീ ഉണ്ട്. ഒരു റിയോസ്റ്റാറ്റ് ഉണ്ട്, ഒരു ബാറ്ററി ഉണ്ട്, പിന്നെ എന്തുണ്ട്, കീ ഉണ്ട്. ഇവിടെ എ എന്ന് പറയുന്ന പോയിന്റ് മുതൽ ബി എന്ന് പറയുന്ന പോയിന്റ് വരെയുള്ള ടോട്ടൽ ലെങ്ത് നമ്മൾ പറഞ്ഞു 10 മീറ്റർ. പ്രൈമറി സർക്യൂട്ടിന് യാതൊരു മാറ്റവും ഇല്ല. മാറ്റമുള്ളത് ഏതിന് മാത്രമാണ്? സെക്കൻഡറി സർക്യൂട്ടിന് മാത്രമാണ് മാറ്റമുള്ളത്. ശരിയല്ലേ? സെക്കൻഡറി സർക്യൂട്ടിൽ നമ്മൾ എന്തൊക്കെയാ ചെയ്തിരിക്കണേ? ഒരു ബാറ്ററി ഉണ്ട്, ഒരു ഗാൽവനോമീറ്റർ ഉണ്ട്, ഒരു ജോക്കി ഉണ്ട്. ശരിയല്ലേ? ഇതിന് നമുക്ക് K1 കൊടുക്കാം. പിന്നെ ഈ ബാറ്ററിക്ക് പാരലൽ ആയിട്ട് നമ്മൾ എന്ത് കണക്ട് ചെയ്തിട്ടുണ്ട്? ഒരു റെസിസ്റ്റൻസ് ബോക്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. എന്ത് കണക്ട് ചെയ്തിട്ടുണ്ട്? റെസിസ്റ്റൻസ് ബോക്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ റെസിസ്റ്റൻസ് ബോക്സ് എന്ന് പറയുന്നത് എന്തിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്? ഒരു കീയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഈ ബാറ്ററിയാണ് നമ്മൾ ഇവിടുത്തെ സെൽ എന്ന് പറയുന്നത്. ഈ ബാറ്ററിയുടെ ആണ് എന്ത് കാണേണ്ടത്? ഇന്റേണൽ റെസിസ്റ്റൻസ് കാണേണ്ടത്. ഈ ബാറ്ററിയുടെ ആണ് എന്ത് കാണേണ്ടത്? ഇന്റേണൽ റെസിസ്റ്റൻസ് കാണേണ്ടത്. അപ്പൊ അത് കാണാൻ വേണ്ടി ഈ ബാറ്ററിക്ക് പാരലൽ ആയിട്ട് എന്ത് കണക്ട് ചെയ്തിട്ടുണ്ട്? ഒരു റെസിസ്റ്റൻസ് ബോക്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു റെസിസ്റ്റൻസ് ബോക്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ റെസിസ്റ്റൻസ് ബോക്സ് ഒരു കീ ആയിട്ടും കൂടി നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ റെസിസ്റ്റൻസ് ബോക്സ് കണക്റ്റഡ് ടു എ കീ. ഇതാണ് പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ച് ഒരു ബാറ്ററിയുടെ ഇന്റേണൽ റെസിസ്റ്റൻസ് കാണുവാനുള്ള സർക്യൂട്ട്. ഓക്കെ, സോ ഫിഗർ തെറ്റാതെ വരച്ചെടുക്കുക കേട്ടോ. വരച്ചെടുത്തോളൂ. ഓക്കെ, വരച്ചെടുത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടെ ശ്രദ്ധിക്കുക. സോ ഇതാണ് പ്രൈമറി സർക്യൂട്ട്, ഇത് സെക്കൻഡറി സർക്യൂട്ട്. സെക്കൻഡറി സർക്യൂട്ടിലാണ് നമ്മുടെ ബാറ്ററി കണക്ട് ചെയ്തിരിക്കുന്നത്. ബാറ്ററിക്ക് പാരലൽ ആയിട്ട് ഒരു റെസിസ്റ്റൻസ് ബോക്സും കൂടി നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഗാൽവനോമീറ്ററിലേക്കും ജോക്കിയിലേക്കും അതിന്റെ കണക്ഷനും പോകുന്നുണ്ട്. ശരിയല്ലേ? ഇനി ഇവിടെ നോക്കുക കേട്ടോ. രണ്ട് കീ ഉണ്ട്, ഒന്ന് K1 ഒന്ന് ഏതാണ്? K2. K2 ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കീ ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഓൺ ആണ്. കീ ഓപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് ആണ്. അത് ആദ്യമേ മനസ്സിലാക്കണേ, നമുക്ക് ഫിസിക്സിന് മുഴുവൻ ആവശ്യമുള്ളതാണ്. കീ എന്ന് പറഞ്ഞാൽ സ്വിച്ച്. കീ ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഓൺ ആണ്. കീ ഓപ്പൺ ആയി എന്ന് പറഞ്ഞാൽ അതേതാണ്? ഓഫ് ആണ്. കീ ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞാൽ സ്വിച്ച് ഓൺ ആക്കി, കീ ഓപ്പൺ ചെയ്തു എന്ന് പറഞ്ഞാൽ സ്വിച്ച് ഓഫ് ആക്കി. ശരിയല്ലേ? ഇനി ഇവിടെ നോക്കൂ. ഈ K2 എന്ന് പറയുന്ന കീ നമ്മൾ ഓഫ് ആക്കി വെച്ചാൽ എന്താ പറഞ്ഞത്? K2 എന്ന് പറയുന്ന ഈ കീ ഓഫ് ആക്കി വെക്കുക. ഓഫ് ആക്കി വെക്കുക പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? ഓപ്പൺ ചെയ്ത് വെച്ചാൽ പിന്നെ ഈ റെസിസ്റ്റൻസ് ബോക്സ് എന്നുള്ള റെസിസ്റ്റൻസ് ഈ സർക്യൂട്ടിലേക്ക് വരില്ല. പറയുന്ന പോയിന്റ് ശ്രദ്ധിക്കുക. K2 എന്ന് പറയുന്ന കീ ഓപ്പൺ ആക്കി വെച്ചു. ഓപ്പൺ എന്ന് പറഞ്ഞാൽ എന്താണത്? ഓഫ്. ആ ഓഫ് ആയി കഴിഞ്ഞാൽ
ഈ റെസിസ്റ്റൻസ് ബോക്സ് എന്നുള്ള റെസിസ്റ്റൻസ് ഈ സർക്യൂട്ടിലേക്ക് വരില്ല. അപ്പൊ ഈ സാധനം അവിടെ ഇല്ലാത്ത പോലെ ആയിരിക്കും അനുഭവപ്പെടുക. ഏത് ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ K2 എന്ന് പറയുന്ന കീ ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകൂടി പറയാം, നല്ലോണം ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ റെസിസ്റ്റൻസ് ബോക്സ് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ K2 എന്ന് പറയുന്ന ഒരു കീ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എപ്പോൾ ഞാൻ K2ത്തെ കീ ഓപ്പൺ ചെയ്ത് വെച്ചോ അപ്പൊ ഈ സർക്യൂട്ടിലേക്ക് ഏത് വരില്ല? റെസിസ്റ്റൻസ് ബോക്സ് എന്നുള്ള റെസിസ്റ്റൻസ് വരില്ല. ഈ K2 ഞാൻ എപ്പോൾ ക്ലോസ് ചെയ്തോ എന്ന് പറഞ്ഞാൽ എന്താക്കി? ഓൺ ആക്കിയാൽ അപ്പം മാത്രമാണ് ഈ റെസിസ്റ്റൻസ് ബോക്സ് എന്നുള്ള റെസിസ്റ്റൻസ് ഈ സർക്യൂട്ടിലേക്ക് വരുള്ളൂ. മനസ്സിലായോ? അതായത് K2 ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാധനം ഇവിടെ ഇല്ല. K2 ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ റെസിസ്റ്റൻസ് ബോക്സ് എന്നുള്ള റെസിസ്റ്റൻസ് ഈ സർക്യൂട്ടിലേക്ക് വരികയും ചെയ്യും. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി ഏറ്റവും ആദ്യം നമ്മൾ വർക്കിംഗ്, അപ്പൊ ഇത് രണ്ടും നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. കീ ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഓൺ ആണ്, കീ ഓപ്പൺ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയിട്ടുണ്ടെന്നാണ് വിശ്വാസം. നോക്കുക. ഏറ്റവും ആദ്യം ഇനി ഞാൻ പറയാൻ പോണത് ഇതിന്റെ വർക്കിംഗ് ആണ്. വർക്കിംഗ് ആണ് പറയാൻ പോണത്. കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അപ്പൊ നോക്കിക്കോളൂ, എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണല്ലോ. ഇത് പ്രൈമറി സർക്യൂട്ട്, ഒരു മാറ്റവും ഇല്ല. സെക്കൻഡറി സർക്യൂട്ടിലാണ് നമ്മുടെ ബാറ്ററി. ഈ ബാറ്ററിയുടെ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ് കാണുന്നത്. അതിന് പാരലൽ ആയിട്ട് ഒരു റെസിസ്റ്റൻസ് ബോക്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ റെസിസ്റ്റൻസ് ബോക്സ് K2 എന്ന് പറയുന്ന കീയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. K2 എപ്പോൾ നിങ്ങൾ ഓഫ് ആക്കി വെക്കുന്നോ ഈ സാധനം ഇവിടെ ഉണ്ടാവില്ല. അതായത് ഈ റെസിസ്റ്റൻസ് ബോക്സിലുള്ള റെസിസ്റ്റൻസ് ഈ സർക്യൂട്ടിലേക്ക് വരില്ല. എപ്പോൾ K2 നിങ്ങൾ ക്ലോസ് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ആക്കിയാൽ ഈ സർക്യൂട്ടിലേക്ക് എന്ത് വരും? ഈ റെസിസ്റ്റൻസ് ബോക്സിലുള്ള റെസിസ്റ്റൻസ് വരും. ക്ലിയർ ആണല്ലോ? ഓക്കെ. അങ്ങനെയെങ്കിൽ വർക്കിംഗ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, വിത്ത് മനസ്സിലാവാൻ വേണ്ടി ഇവിടെ എഴുതാം. K1 ക്ലോസ്ഡ് ആൻഡ് K2 ഓപ്പൺ. വിത്ത് K1 ക്ലോസ്ഡ് ആൻഡ് K2 ഓപ്പൺ. എന്താണ് അതിനർത്ഥം? K1 ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നു, K2 ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നു. എന്താണ് അതിനർത്ഥം? K1 എന്ന് പറഞ്ഞാൽ ഇത് ക്ലോസ്ഡ് ആണ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ എന്ത് ചെയ്തു? ഓൺ ആക്കി. K1 ക്ലോസ്, കീ K1 ക്ലോസ് എന്ന് പറഞ്ഞാൽ K1 ഓൺ ആക്കി. ഇനി K2 ഓപ്പൺ ആണ്. K2 ഓപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായി? ഓഫാണ്. അപ്പൊ ഏത് മാത്രമേ ഓൺ ഉള്ളൂ? K1 മാത്രമേ ഓൺ ഉള്ളൂ. K2 എന്താണ്? ഓഫാണ്. നമ്മൾ ഇവിടെ ഡോട്ട് കാണിച്ചു കഴിഞ്ഞാൽ അത് ഓൺ ആണ്. K1 ക്ലോസ്ഡ് ആണ്, K2 ഓപ്പൺ ആണ്. ശരിയല്ലേ? അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ജോക്കി എടുത്തിട്ട് ഏത് കൊണ്ടുവയ്ക്കാം? ജോക്കി എടുത്തിട്ട് ഏത് പോയിന്റ് കൊണ്ടുവയ്ക്കാം? എ എന്ന് പറയുന്ന പോയിന്റ് കൊണ്ടുവയ്ക്കാം. എന്നിട്ട് ഇതിന്റെ മുകളിൽ കൂടെ പ്രസ് ചെയ്തുകൊണ്ട് ജോക്കി പതുക്കെ നീക്കാം. നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ അങ്ങനെ 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 നീക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേക പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ, ഈ പോയിന്റ് എത്തിയപ്പോൾ ഗാൽവനോമീറ്ററിന്റെ സൂചി എവിടേക്ക് എത്തി? സീറോയിലേക്ക് എത്തി. എന്താണ് ആ കണ്ടീഷന്റെ പേര്? നമ്മൾ പഠിച്ചിട്ടില്ലേ? ബാലൻസിങ് കണ്ടീഷൻ. ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണെന്ത്? ബാലൻസിങ് കണ്ടീഷൻ. എന്താ നമ്മൾ പറഞ്ഞത്? വിത്ത് K1 ക്ലോസ്ഡ് ആൻഡ് K2 ഓപ്പൺ. K1 ക്ലോസ്ഡും K2 ഓപ്പണും. K1 ക്ലോസ്ഡ് K2 ഓപ്പൺ എന്ന് പറയാൻ അർത്ഥം എന്താ? K1 ക്ലോസ് ചെയ്തിരിക്കുന്നു, K2 എന്ത് ചെയ്തിരിക്കുന്നു? ഓപ്പൺ ചെയ്തിരിക്കുന്നു. അതിനർത്ഥം K1 ഓൺ ആണ്, K2 എന്താണ്? ഓഫ് ആണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജോക്കി എടുത്തിട്ട് എവിടെ കൊണ്ടുവയ്ക്കുക? ഏത് കൊണ്ടുവയ്ക്കുക. എന്നിട്ട് ഇതിന്റെ മുകളിൽ കൂടെ പ്രസ് ചെയ്തിട്ട് പതുക്കെ നീക്കാം. ഒരു പ്രത്യേക പോയിന്റ് എത്തുമ്പോൾ ഗാൽവനോമീറ്ററിന്റെ സൂചി എവിടേക്ക് എത്തും? സീറോയിലേക്ക് എത്തും. ഈ കണ്ടീഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബാലൻസിങ് കണ്ടീഷൻ. എന്താ വിളിക്കുക? ബാലൻസിങ് കണ്ടീഷൻ. ആ സമയത്ത് ഗാൽവനോമീറ്റർ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യില്ല. അപ്പോൾ അതിനർത്ഥം IG = 0 എന്നല്ലേ? എന്താണ് IG = 0 എന്ന് പറഞ്ഞതിന് അർത്ഥം? ഗാൽവനോമീറ്ററിലൂടെ കറണ്ട് എന്ത് ചെയ്യുന്നില്ല? പാസ് ചെയ്യുന്നില്ല.
അങ്ങനെ ഗാൽവാനോമീറ്റർ കൂടെ കറണ്ട് പാസ് ചെയ്യാതിരിക്കുന്ന അവസ്ഥ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ബാലൻസിങ് കണ്ടീഷൻ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എ മുതൽ ജെ വരെയുള്ള ഈ ലെങ്ത് നമ്മൾ അളക്കുക. അതാണല്ലോ നമ്മുടെ ബാലൻസിങ് ലെങ്ത്. അത് എത്രയാണെന്ന് വിചാരിക്കുക? L1 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ പൊട്ടൻഷ്യോമീറ്റർ പ്രിൻസിപ്പിൾ പഠിച്ചിട്ടില്ലേ? E പ്രൊപ്പോർഷണൽ ടു L എന്നല്ലേ പഠിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ബാറ്ററി എന്ന് പറഞ്ഞാൽ E ആണ്, കിട്ടിയ ബാലൻസ് ലെങ്ത് L1 ആണ്. അപ്പൊ നമുക്ക് എന്ത് വരും? E പ്രൊപ്പോർഷണൽ ടു L1 എന്ന് വരും. E പ്രൊപ്പോർഷണൽ ടു എന്ത് വരും? L1 എന്ന് വരും. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. ഇക്വേഷൻ നമ്പർ എത്ര കൊടുത്തു? 1 എന്ന് കൊടുത്തു. ശരിയല്ലേ? ഒന്നുകൂടി പറയാട്ടോ. എന്താ ചെയ്തത്? K1 ഓൺ ആക്കി, K2 ഓഫ് ആക്കി, ജോക്കി ഏത് കൊണ്ടുവച്ചു, നീക്കി. പ്രത്യേക പോയിന്റ് നമുക്ക് ഗാൽവാനോമീറ്റർ എന്ത് കാണിച്ചു? 0 ഡിഫ്ലക്ഷൻ കാണിച്ചു. അതാണ് ഏത് കണ്ടീഷൻ? ബാലൻസിങ് കണ്ടീഷൻ. ആ സമയത്ത് IG എന്തായിരിക്കും? 0 ആയിരിക്കും. ആ സമയത്ത് എ മുതൽ ജെ വരെയുള്ള ലെങ്ത് നിങ്ങൾ അളന്നു. അപ്പൊ കിട്ടിയ ലെങ്ത് ആണ് L1. അങ്ങനെയെങ്കിൽ E പ്രൊപ്പോർഷണൽ ടു L ആണ്. അങ്ങനെയെങ്കിൽ E പ്രൊപ്പോർഷണൽ ടു എന്താവാം? L1 ആവാം. അതിന് ഇക്വേഷൻ നമ്പർ എത്ര കൊടുത്തു? 1 എന്ന് കൊടുത്തു. ശരിയല്ലേ? ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് എഴുതി വെച്ചോളൂ. എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. ഇനി മായ്ച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിസ്സാവും. എഴുതി വെക്കാം. എഴുതി വെച്ചിട്ടുണ്ടോ എനിക്ക് അറിയില്ല. എന്താണെന്ന് പറയാം. The experimental arrangement of measuring internal resistance of a cell. The experimental arrangement for measuring internal resistance of a cell is shown in the figure. Full stop. The cell whose internal resistance is to be measured is connected across a resistance box R through a key K2. Full stop. ഇനി അടുത്ത പാരഗ്രാഫ് ഒക്കെ എഴുതാ. with K1 closed and K2 open. 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 Press the jockey at the point A. 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 Full stop. It is moved through the potentiometer wire.
It is moved through the potentiometer wire. Full stop. At a particular point, galvanometer shows 0 deflection. Galvanometer shows 0 deflection. Full stop. Measure the balancing length. And bracket Ig equal to 0. Full stop. This condition is called balancing condition. This condition is called balancing condition. Full stop. Then according to potentiometer principle, then according to potentiometer principle, E proportional to L. അടുത്ത ലൈനില് in this case E proportional to L1. അതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മൾ ചെയ്ത ഓർമ്മ ഉണ്ടല്ലോ. K1 ക്ലോസ് ചെയ്തു, K2 ഓപ്പൺ ചെയ്തു, ജോക്കി എയിൽ കൊണ്ടുവച്ചു, നീക്കി പ്രത്യേക പോയിന്റ് എത്തുമ്പോൾ കാലിലോട്ട് 0 ഡിഫ്ലക്ഷൻ കാണിച്ചു. അതാണ് ബാലൻസിങ് കണ്ടീഷൻ. അപ്പൊ കിട്ടിയ ബാലൻസിങ് ആണ് L1. പൊട്ടൻഷ്യോമീറ്റർ പ്രിൻസിപ്പിൾ പ്രകാരം E പ്രൊപ്പോർഷണൽ ടു നമുക്ക് എന്ത് എഴുതാം? L1 എഴുതാം. ഓക്കെ. സോ അത് നമ്മുടെ മോളിലേക്ക് എഴുതുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ ചെയ്തത് വിത്ത് K1 ക്ലോസ്ഡ് ആൻഡ് K2 ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ബാലൻസ് എന്താണ്? E പ്രൊപ്പോർഷണൽ ടു L1, ഇക്വേഷൻ നമ്പർ 1. ശരിയല്ലേ? ഇനി നമ്മൾ ചെയ്യാൻ പോണത് വിത്ത് K1 ആൻഡ് K2 ക്ലോസ്ഡ്. K1 ഉം K2 എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു. K1 ഉം K2 ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? K1 ഉം K2 ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഈ K1 ഉം K2 ഉം ഓൺ ആക്കി. K1 ഉം K2 ഉം നമ്മൾ എന്താക്കി? ഓൺ ആക്കി. K1 ഉം K2 ഉം നമ്മൾ ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞാൽ K1 ഉം K2 ഉം ഓൺ ആക്കി. ഇനി വീണ്ടും ജോക്കി എവിടെ കൊണ്ടുവയ്ക്കുക? 7 കൊണ്ടുവയ്ക്കുക. ഈ വയറിലൂടെ പതുക്കെ ജോക്കി സ്ലൈഡ് ചെയ്ത് നീക്കുക. ഒരു പ്രത്യേക പോയിന്റ് എത്തുമ്പോൾ ഗാലോമീറ്റർ എന്ത് കാണിക്കും? 0 ഡിഫ്ലക്ഷൻ കാണിക്കും. അതാണ് ഏത് കണ്ടീഷൻ? ബാലൻസിങ് കണ്ടീഷൻ. അപ്പൊ കിട്ടിയ ബാലൻസ് ലെങ്തിനെ നമുക്ക് L2 എന്ന് വിളിക്കാം. അപ്പൊ അവിടെ ഒന്നുകൂടി ശ്രദ്ധിച്ചോട്ടോ, ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. K1 ഉം K2 ഉം നമ്മളിവിടെ എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു. അതിനർത്ഥം K1 ഉം K2 ഉം ഓൺ ആക്കിയതല്ലേ? അപ്പോൾ ഈ റെസിസ്റ്റൻസ് ബോക്സ് എന്നുള്ള റെസിസ്റ്റൻസും കൂടി ഈ സർക്യൂട്ടിലേക്ക് വരും. നേരത്തെ നമ്മൾ K2 ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഈ റെസിസ്റ്റൻസ് ബോക്സ് എന്നുള്ള സർക്യൂട്ട് അവിടെ ഉണ്ടായതില്ല. ഇപ്പൊ K2 ഓൺ ആക്കി.
ഓൺ ആക്കിയാൽ ഈ റെസിസ്റ്റൻസ് ബോക്സ് എന്നുള്ള റെസിസ്റ്റൻസ് കൂടി ഈ സർക്യൂട്ടിലേക്ക് വരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്തിപ്പോ K1 ഉം K2 ഉം ഓൺ ആക്കി ജോക്കി എയിൽ കൊണ്ടുവച്ചു, നീക്കി ഈ പ്രത്യേക വരുന്ന കാരണം സീറോ ഡിഫ്ലക്ഷൻ കാണിച്ചു. അതാണ് ഏത്? അപ്പൊ കിട്ടിയ ബാലൻസ് ലെങ്ത് ആണ് ഏത്? L2. അങ്ങനെയെങ്കിൽ പൊട്ടൻഷ്യോമീറ്ററിന്റെ പ്രിൻസിപ്പിൾ പ്രകാരം E പ്രൊപ്പോർഷണൽ ടു L2 എന്നല്ലേ എഴുതുക. പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ റെസിസ്റ്റൻസ് ബോക്സ് എന്നുള്ള റെസിസ്റ്റൻസ് വന്ന കാരണം ഓംസ് ലോ പ്രകാരം V = അല്ലേ. അപ്പൊ റെസിസ്റ്റൻസ് ബോക്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇക്ക് പകരം എന്താ കൊടുക്കുക? വോൾട്ടേജിന്റെ വാല്യൂകൾ കൊടുക്കുക. അപ്പൊ E പ്രൊപ്പോർഷണൽ ടു L2 അല്ല, V പ്രൊപ്പോർഷണൽ ടു L2 എന്നാണ് കൊടുക്കേണ്ടത്. എന്തുകൊണ്ട്? ഈ റെസിസ്റ്റൻസ് ബോക്സ് എന്നുള്ള റെസിസ്റ്റൻസ് ആണ് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ വാല്യൂ E അല്ല കൊടുക്കേണ്ടത്, V ആണ് കൊടുക്കുക. കാരണം R വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് വാല്യൂ കൊടുക്കണം? V എന്ന് പറയുന്ന വാല്യൂ ആണ് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ഇക്വേഷൻ കിട്ടും? V പ്രൊപ്പോർഷണൽ ടു എന്ത് കിട്ടും? L2. അതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 2. അപ്പൊ ആദ്യത്തെ സ്റ്റേജ് നമുക്ക് കിട്ടിയ ഇക്വേഷൻ ആണ് E പ്രൊപ്പോർഷണൽ ടു L1, ഇക്വേഷൻ നമ്പർ 1. K1 ഉം K2 ഉം ക്ലോസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷൻ ആണ് V പ്രൊപ്പോർഷണൽ ടു എന്ത്? L2. ശരിയല്ലേ? കൺഫ്യൂഷൻ വേണ്ട കേട്ടോ. ഓംസ് ലോ പ്രകാരമുള്ള ഈ റെസിസ്റ്റൻസ് ഇതിലേക്ക് വന്നുകൊണ്ടാണ് നമ്മൾ ഇക്ക് പകരം എന്ത് കൊടുത്തത്? V എന്ന് കൊടുത്തു. ഓക്കെ, അപ്പൊ അതുകൂടെ അവിടെ എഴുതിച്ചോളൂ. ഒന്നുകൂടി പറയാം. രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മൾ എന്താ ചെയ്തത്? K1 ഉം K2 ഉം എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു. അതിനർത്ഥം K1 ഉം K2 ഉം ഞാൻ എന്ത് ചെയ്തു? ഓൺ ആക്കി. ജോക്കി വീണ്ടും ഏത് കൊണ്ടുവച്ചു? നീക്കി. ഒരു പ്രത്യേക പോയിന്റ് നമുക്ക് ഗാൽവനോമീറ്റർ സീറോ ഡിഫ്ലക്ഷൻ കാണിച്ചു. അതാണ് ബാലൻസിങ് കണ്ടീഷൻ. അപ്പൊ കിട്ടിയ ലെങ്ത് ആണ് L2. പൊട്ടൻഷ്യോമീറ്ററിന്റെ പ്രിൻസിപ്പിൾ പ്രകാരം E പ്രൊപ്പോർഷണൽ ടു L2 ആണ്. പക്ഷെ റെസിസ്റ്റൻസ് ബോക്സിൽ നിന്നുള്ള R ന്റെ വാല്യൂ വരുമ്പോൾ ഇക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കണം? V കൊടുക്കണം. സോ യു ഗെറ്റ് V പ്രൊപ്പോർഷണൽ ടു എന്ത്? L2. അതിന് ഇക്വേഷൻ നമ്പർ എത്രയും കൊടുത്തു? 2 എന്നും കൊടുത്തു. ശരിയല്ലേ? അത് എഴുതിച്ചോളൂ. അടുത്ത പാരഗ്രാഫ് ഒക്കെ എഴുതുക. Now with K1 and K2 closed, with K1 and K2 closed, now with K1 and K2 closed, press the jockey at the point A. Press the jockey at the point A. Full stop. It is moved through the potentiometer wire. 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 Full stop. At a particular point, galvanometer shows in the deflection zero deflection. At a particular point galvanometer shows zero deflection. Full stop. This is the balancing condition. This is the balancing condition. Full stop. Measure the balancing length. Measure the balancing length. Full stop. Then according to potentiometer principle,
then according to potentiometer principle, V proportional to L2. V proportional to L. അതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുക കേട്ടോ. അതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഈ രണ്ട് ഇക്വേഷൻ ഞാൻ ഒന്ന് ഒരുമിച്ചെടുത്ത് എഴുതുന്നുണ്ട്. ആദ്യത്തെ ഇക്വേഷൻ നമ്മുടെ എന്തായിരുന്നു? E proportional to L1, ഇക്വേഷൻ നമ്പർ 1. ഇപ്പൊ കിട്ടിയത് V proportional to L2, ഇക്വേഷൻ നമ്പർ 2. ശരിയല്ലേ? ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കുക. കറണ്ടിന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു ഓംസ് ലോ V സമം എന്താ? IR ആണ്. ഏത് ലോ പ്രകാരം? ഓംസ് ലോ പ്രകാരം V സമം എന്താ ഫോർമുല? IR ആണ്. ഓംസ് ലോ പ്രകാരം V is equal to എന്താണ്? IR. അപ്പൊ അങ്ങനെ വന്നാൽ I സമം എന്ത് വരും? V by R എന്നല്ലേ ഫോർമുല വരിക. I സമം എന്താ വരിക? V by R എന്നല്ലേ ഫോർമുല വരിക. അക്കോർഡിംഗ് ടു ഓംസ് ലോ V സമം IR ആണ്. അപ്പൊ I സമം എന്ത് വരും? V by R. പക്ഷേ ഇവിടെ എന്തും കൂടി വരുന്നുണ്ട്? ഇന്റേണൽ റെസിസ്റ്റൻസ് കൂടി വരുന്നുണ്ട്. ഇതുവരെ നമ്മൾ R എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് മാത്രമേ കുറിച്ച് ഓംസ് ലോ പഠിക്കുന്ന സമയത്ത് ഈ R എന്ന് പറയുന്ന റെസിസ്റ്റൻസിനെ കുറിച്ച് മാത്രമേ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ എന്തും കൂടി വരുന്നുണ്ട്? ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ഫാക്ടറും കൂടി വരുന്നുണ്ട്. ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ഫാക്ടറും കൂടി വരുന്നുണ്ട്. അതിനർത്ഥം എന്താ? ഈ R എന്ന് മാത്രം എഴുതിയാൽ പോരാ. ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ഓംസ് ലോ പ്രകാരമുള്ള റെസിസ്റ്റൻസ്, അതാണ് ക്യാപിറ്റൽ R, അതിന്റെയും ഇന്റേണൽ റെസിസ്റ്റൻസ് അതേതാ? സ്മോൾ ലെറ്റർ R. ഇന്റേണൽ റെസിസ്റ്റൻസിന്റെയും ഓമിക് റെസിസ്റ്റൻസിന്റെയും സം ആയിരിക്കും എന്ത്? ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം. നമ്മൾ ഇതുവരെ റെസിസ്റ്റൻസിന്റെ സാധാ ഓമിക് റെസിസ്റ്റൻസ് R, ക്യാപിറ്റൽ Rനെ കുറിച്ച് മാത്രമേ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ അത് മാത്രം പോരാ, എന്തും കൂടി വേണം? ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓംസ് ലോ പ്രകാരമുള്ള റെസിസ്റ്റൻസിന്റെയും പിന്നെ ഇന്റേണൽ റെസിസ്റ്റൻസിന്റെയും കൂടി ടോട്ടൽ സം. ആകെയുള്ള റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓമിക് റെസിസ്റ്റൻസിന്റെയും ഇന്റേണൽ റെസിസ്റ്റൻസിന്റെയും എന്തായിരിക്കണം? സം ആയിരിക്കണം. അപ്പൊ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമുല എന്താ വരിക? R പ്ലസ് R എന്ന് വരും. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ I സമം V ബൈ ആറിന്റെ സ്ഥാനത്ത് R മാത്രം കൊടുത്താൽ പോരാ. ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? R പ്ലസ് R എന്ന് വരും. R പ്ലസ് R എന്ന് വരും. ശരിയല്ലേ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ വോൾട്ടേജിനായിട്ട് എടുത്ത കോമൺ ബാറ്ററി എന്ന് പറഞ്ഞാൽ E ആണ്. കോമൺ ബാറ്ററി എന്ന് പറഞ്ഞാൽ ഏതാണ്? E ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു മിനിറ്റ് ഞാനൊന്ന് വായിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഡെറിവേഷൻ ചെയ്യാനായിട്ടുള്ള സ്ഥലം നമുക്ക് കിട്ടിക്കോണമെന്നില്ല. സോ ഞാൻ മുഴുവനൊന്നും വായിച്ചിട്ട് ഒന്നും കൂടി എഴുതുന്നുണ്ട്. എന്നാലേ ഒറ്റ സ്ട്രെച്ചിൽ ആ ഡെറിവേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. ഫിഗറിന്റെ ആവശ്യപ്പനി നമുക്കില്ല, കാരണം ഓൾറെഡി നമ്മൾ ഫിഗറിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഫുള്ള് ഡെറിവേഷൻ ആണ്. സോ ഡെറിവേഷനിലേക്ക് മുഴുവനായിട്ട് കിട്ടണം. അവിടെ ഇവിടെ മായ്ച്ച് എഴുതി കഴിഞ്ഞാൽ കണ്ടിന്യൂറ്റി കിട്ടില്ല. സോ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. ഒന്നും കൂടി നമ്മൾ എഴുതാം. ഏറ്റവും ആദ്യം നമ്മൾ എഴുതിയത് എന്തായിരുന്നു? E proportional to L1, ഇക്വേഷൻ നമ്പർ 1. രണ്ടാമത്തെ V proportional to L2, ഇക്വേഷൻ നമ്പർ 2. ഓംസ് ലോ പ്രകാരം നമുക്കറിയാം ബൈ ഓംസ് ലോ V is equal to IR ആണ്. അപ്പൊ I is equal to V by R ആണ് നമ്മൾ പഠിച്ചു. ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ആറിന്റെയും സ്മോൾ ലെറ്റർ ആറിന്റെയും എന്തായിരിക്കും? സം ആയിരിക്കും. ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓമിക് റെസിസ്റ്റൻസ്, സ്മോൾ ലെറ്റർ ആർ എന്ന് പറഞ്ഞാൽ ഇന്റേണൽ റെസിസ്റ്റൻസ്. അപ്പൊ ഈ ആറിന്റെ സ്ഥാനത്ത് ഈ R പ്ലസ് R കൊടുത്താൽ I is equal to V by ആറിന്റെ സ്ഥാനത്ത് R പ്ലസ് R കൊടുത്താൽ R പ്ലസ് R എന്ന് കിട്ടും. ശരിയല്ലേ? പക്ഷേ ഇവിടെ നമ്മൾ പൊട്ടൻഷ്യോമീറ്ററിന്റെ ഫിഗറിൽ നമ്മൾ എവിടെയും V എന്ന് മാർക്ക് ചെയ്തിട്ടില്ല. അവിടെ EMF കൊടുത്ത ബാറ്ററിനെ E എന്നാണ് മാർക്ക് ചെയ്തത്. നിങ്ങൾ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും.
അപ്പൊ നമ്മൾ EMF ഉള്ള ബാറ്ററി ആയതുകൊണ്ട് വിയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? ഇ കൊടുക്കണം. വിയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? ഇ കൊടുക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരൊക്കെ സെയിം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. ആരൊക്കെ? EMF ആയാലും പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയാലും ഒക്കെ സെയിം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ വിയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? ഇ കൊടുക്കാം. അപ്പൊ ഈ ഫോർമുല എങ്ങനെ മാറും? I സമം വിയുടെ സ്ഥാനത്ത് ഇ കൊടുത്തു. അപ്പൊ ഇ ബൈ ബാക്കി ആരാണുള്ളത്? ആർ പ്ലസ് ആർ എന്ന് കിട്ടും. ശരിയല്ലേ? ഇതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് ഞാൻ കൊടുത്തു. കറണ്ടിന്റെ ഇക്വേഷൻ കിട്ടി. I സമം ഇ ബൈ ആർ പ്ലസ് ആർ എന്ന് കിട്ടി. ശരിയല്ലേ? ഇനി അക്കോർഡിംഗ് ടു ഓംസ് ലോ വി സമം എന്താണ്? IR ആണ്. വി സമം IR ആണല്ലോ ഓംസ് ലോ പ്രകാരം. ഈ ഐയുടെ സ്ഥാനത്ത് ഐയുടെ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ശ്രദ്ധിക്കേണ്ട, കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടാവും, മനസ്സിലാക്കിയിരിക്കാം. ഓംസ് ലോ പ്രകാരം വി സമം IR ആണ്. ഈ ഐയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? ഇ ബൈ ആർ പ്ലസ് ആർ കൊടുക്കാം. ഐയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? ഇ ബൈ ആർ പ്ലസ് ആർ കൊടുക്കാം. ശരിയല്ലേ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ വി സമം എന്താ ഫോർമുല? IR ആണ്. ഓംസ് ലോ പ്രകാരം വി സമം IR ആണ്. ഈ ഐയുടെ സ്ഥാനത്ത് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ഐയുടെ സ്ഥാനത്ത് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്ത് വരും? ഐയുടെ സ്ഥാനത്ത് ഇത് കൊടുത്താൽ ഇ ബൈ ആർ പ്ലസ് ആർ, ഇനിയോ ഇൻറ്റു ക്യാപിറ്റൽ ആർ. അപ്പൊ ഇൻറ്റു ക്യാപിറ്റൽ ആർ. ശരിയല്ലേ? അപ്പൊ വി ഈസ് ഈക്വൽ ടു ഇ ബൈ ആർ പ്ലസ് ആർ ഇൻറ്റു എന്ത് കിട്ടി? ക്യാപിറ്റൽ ആർ എന്ന് കിട്ടി. അതിന് ഇക്വേഷൻ നമ്പർ 4 എന്ന് ഞാൻ കൊടുത്തു. ഇതുവരെ ക്ലിയർ ആണല്ലോ? ശ്രദ്ധിക്കേട്ടോ, കുറെ പറയാനുണ്ട്, ഇനിയും കഴിഞ്ഞിട്ടില്ല, കുറെ ഉണ്ട്. അപ്പൊ ഒന്നുകൂടി പറയാം. ഇ പ്രൊപ്പോർഷണൽ ടു L1 ഇക്വേഷൻ നമ്പർ 1, വി പ്രൊപ്പോർഷണൽ ടു L2 ഇക്വേഷൻ നമ്പർ 2. അക്കോർഡിംഗ് ടു ഓംസ് ലോ വി സമം എന്താണ്? IR. അപ്പൊ I സമം എന്താണ്? വി ബൈ ആർ. ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ആർ പ്ലസ് സ്മോൾ ലെറ്റർ ആണ്. അപ്പൊ I സമം നമുക്ക് വി ബൈ ടോട്ടൽ റെസിസ്റ്റൻസിന്റെ സ്ഥാനത്ത് ആർ പ്ലസ് ആർ കൊടുത്തു. നമ്മൾ ഈ ഫിഗറിൽ വിയുടെ സ്ഥാനത്ത് ഇ കൊടുക്കുന്നു. അപ്പൊ I സമം വിയുടെ സ്ഥാനത്ത് ഇ കൊടുത്താൽ ഇ ബൈ ആർ പ്ലസ് ആർ എന്ന് വന്നു. ഈ ഐയുടെ ഈ വാല്യൂ കൊടുത്തിട്ട് ഓംസ് ലോന്റെ ഈ ഐയുടെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്ത് വരും? വി ഈസ് ഈക്വൽ ടു ഐയുടെ സ്ഥാനത്ത് ഇത് കൊടുത്തു. അപ്പൊ ഇ ബൈ ആർ പ്ലസ് ആർ ഇൻറ്റു ആർ എന്ന് കിട്ടി. അതിന് ഇക്വേഷൻ നമ്പർ എത്ര കൊടുത്തു? 4 എന്ന് കൊടുത്തു. ശരിയല്ലേ? ഓക്കെ. ഇനി ഇവിടെ നോക്കാം. വി എന്ന് പറയുന്നത് ഏതിന് പ്രൊപ്പോർഷണലാന്ന് പറയുന്നുണ്ട്? L2ന് പ്രൊപ്പോർഷണലാന്ന് പറയുന്നുണ്ട്. ഇക്വേഷൻ നമ്പർ 2ല് വി എന്ന് പറയുന്നത് L2വിന് ഡയറക്ട്ലി എന്താണ്? പ്രൊപ്പോർഷണൽ ആണ്. വി എന്ന് പറയുന്നത് L2വിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതിനർത്ഥം എന്താ? വി എന്ന് പറയുന്ന ഇയാളും എന്തിന് പ്രൊപ്പോർഷണൽ ആവണം? L2ന് പ്രൊപ്പോർഷണൽ ആവണം. ഒന്നുകൂടി ശ്രദ്ധിക്കുക. വി എന്ന് പറയുന്നത് ആർക്ക് പ്രൊപ്പോർഷണലാ? L2ന് പ്രൊപ്പോർഷണലാണ്. ശരിയല്ലേ? അപ്പൊ വി എന്ന് പറയുന്ന ആള് ഇയാളല്ലേ? വി L2ന് പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ഇയാളും എന്തിന് പ്രൊപ്പോർഷണൽ ആവണം? L2ന് പ്രൊപ്പോർഷണൽ ആവണം. ശരിയല്ലേ? കാരണം വി എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് ഇത്. അപ്പൊ ഈ വി L2ന് പ്രൊപ്പോർഷണൽ ആവണമെങ്കിൽ ഇയാളും L2ന് എന്തായിരിക്കണം? പ്രൊപ്പോർഷണൽ ആയിരിക്കണം. അപ്പൊ എന്ത് വരും? വി പ്രൊപ്പോർഷണൽ ടു L2 എന്ന് പറഞ്ഞാൽ വിയുടെ സ്ഥാനത്ത് ഇത് കൊടുത്തു. അപ്പൊ ഈ ആർ ബൈ ആർ പ്ലസ് ആർ പ്രൊപ്പോർഷണൽ ടു L2 എന്ന് കിട്ടി. അതിന് ഇക്വേഷൻ നമ്പർ എത്ര കൊടുത്തു? 5 എന്ന് കൊടുത്തു. ശ്രദ്ധിക്കേട്ടോ, ഒന്നുകൂടി വേണമെങ്കിൽ പറയാം, കുറച്ച് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. വി എന്ന് പറയുന്നത് L2ന് പ്രൊപ്പോർഷണൽ ആണ്. ശരിയല്ലേ? അപ്പൊ വി എന്ന് പറയുന്ന ഇയാളും ഏതിന് പ്രൊപ്പോർഷണൽ ആയിരിക്കണം? L2ന് പ്രൊപ്പോർഷണൽ ആയിരിക്കണം. ശരിയല്ലേ? ഓക്കെ. അപ്പൊ അതിന് ഇക്വേഷൻ നമ്പർ 5 എന്ന് കൊടുത്തു. ഇപ്പൊ ഇക്വേഷൻ നമ്പർ 1ല് ഇ പ്രൊപ്പോർഷണൽ ടു L1 ഉണ്ട്. ഇക്വേഷൻ നമ്പർ 5ല് ER ബൈ ആർ പ്ലസ് ആർ പ്രൊപ്പോർഷണൽ ടു L2. ഇനി നമ്മൾ ഇക്വേഷൻ 1നെ ഇക്വേഷൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഡിവൈഡിങ് ഇക്വേഷൻ 1 ബൈ ഇക്വേഷൻ 5. ഒന്നാമത്തെ ഇക്വേഷനെ അഞ്ചാമത്തെ ഇക്വേഷനുമായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നാമത്തെ ഇക്വേഷനെ അഞ്ചാമത്തെ ഇക്വേഷനുമായിട്ട് ഡിവൈഡ് ചെയ്യാം. എന്ത് വരും? ഇക്വേഷൻ 1 എന്ന് പറഞ്ഞാൽ ഈ പ്രൊപ്പോർഷണൽ ടു L1 ആണ് അല്ലേ? അപ്പൊ ഈ പ്രൊപ്പോർഷണൽ ടു L1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ബൈ
ഈ സൈഡ് ആദ്യം ലെഫ്റ്റ് സൈഡ് ഡിവൈഡ് ചെയ്യുക. ഇ ബൈ ഇതാണ് ലെഫ്റ്റ് സൈഡ്, എന്ത് വരും? ഇ ആർ ബൈ ആർ പ്ലസ് ആർ. പ്രൊപ്പോർഷണാലിറ്റി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊപ്പോർഷണാലിറ്റി വരുമ്പോൾ കോൺസ്റ്റന്റ് വരുമ്പോൾ രണ്ടും കൂടി ക്യാൻസൽ ചെയ്ത് കൂട്ടുക. അപ്പൊ പ്രൊപ്പോർഷണാലിറ്റി ഞാൻ ഇടുന്നില്ല. ഇവിടുത്തെ റൈറ്റ് സൈഡിൽ ആരാളുള്ളത്? L1 ബൈ ഇക്വേഷൻ 5 റൈറ്റ് സൈഡിൽ ആരാളുള്ളത്? L2. ശരിയല്ലേ? ഇപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത്? ഒന്നാമത്തെ ഇക്വേഷനെ അഞ്ചാമത്തെ ഇക്വേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ ടേമാണ്. ശരിയല്ലേ? ഇനി ഈ ക്യാപിറ്റൽ ഇയും ഈ ക്യാപിറ്റൽ ഇയും കൂടി എന്ത് ചെയ്ത് പോകും? ക്യാൻസൽ ചെയ്ത് പോകും. ക്യാപിറ്റൽ ഇയും ക്യാപിറ്റലും എന്ത് ചെയ്ത് പോകും? ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കിയോ? ബാക്കി ഈ ആർ ബൈ ആർ പ്ലസ് ആർ അല്ലേ ഉണ്ടാവുക. ഈ ആർ പ്ലസ് ആർ എവിടേക്ക് കയറും? മേലേക്ക് കയറും. അപ്പൊ എന്ത് വരും? ആർ പ്ലസ് ആർ ബൈ ആർ ഈക്വൽ ടു റൈറ്റ് സൈഡിലോ L1 ബൈ L2. ശരിയല്ലേ? ആർ പ്ലസ് ആർ ബൈ ആർ ഇസ് ഈക്വൽ ടു എന്ത് വരും? L1 ബൈ L2. ഇയും ഇയും വെട്ടിപ്പോയി. ഈ ആർ പ്ലസ് ആർ മുകളിലേക്ക് കയറി ഇങ്ങനെ വരും. ശരിയല്ലേ? ഇനി ഇവിടെ ഉള്ള ആറും ഈ ടേമിനെ ഓരോന്നിനെ നമ്മൾ ആർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ആർ ബൈ ആർ എത്രയാണത്? 1 പ്ലസ് ഈ ആറിനെ ആർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ആർ ബൈ ആർ എന്ന് കിട്ടും. സമം L1 ബൈ L2. ഈ ആറിനെ ഈ ആർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ആർ ബൈ ആർ എത്ര കിട്ടും? 1 പ്ലസ് ഈ സ്മോൾ ലെറ്റർ ആറിനെ ക്യാപിറ്റൽ ആർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ സ്മോൾ ലെറ്റർ ആർ ബൈ ക്യാപിറ്റൽ ആർ സമം എന്ത് കിട്ടും? L1 ബൈ L2. ശരിയല്ലേ? ഓക്കെ. ഇനി ഇവിടെ കിടക്കുന്ന ഈ 1നെ ഞാൻ റൈറ്റ് സൈഡ് കൊണ്ടുപോകും. അപ്പൊ എന്താ വരിക? ആർ ബൈ ആർ സമം ഈ 1നെ അങ്ങോട്ട് കൊണ്ടുപോയാൽ ഇവിടെ ഓൾറെഡി ആരുണ്ട്? L1 ബൈ L2 ഉണ്ട്. ഈ 1 അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആവും. അപ്പൊ -1 എന്ന് ഞാൻ എഴുതി. ശരിയല്ലേ? നമുക്ക് ഇന്റേണൽ റെസിസ്റ്റൻസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്? നമ്മൾ എഴുതിയിരിക്കുന്നത് ടു ഫൈൻഡ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ എന്നല്ലേ. അപ്പൊ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ് കാണേണ്ടത്. ഇതിൽ ഏതാ ഇന്റേണൽ റെസിസ്റ്റൻസ്? ചെറിയ ആറല്ലേ. അതിനെ മാത്രം ലെഫ്റ്റ് സൈഡ് നിർത്തുക. ഈ വലിയ ആറിനെ റൈറ്റ് സൈഡ് കൊണ്ടുപോകുക. വാട്ട് യു ഗെറ്റ്? സ്മോൾ ലെറ്റർ ആർ ഈക്വൽ ടു ഇത് അങ്ങോട്ട് പോയി ക്യാപിറ്റൽ ആർ ഇൻറ്റു ബാക്കി ആരാ? L1 ബൈ L2 മൈനസ് 1 എന്ന് വരും. ശരിയല്ലേ? ഒന്നും കൂടി ക്രോസ് ചെയ്താൽ സ്മോൾ ലെറ്റർ ആർ ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ഇൻറ്റു ഒന്ന് ക്രോസ് ചെയ്താൽ L1 മൈനസ് L2 ബൈ L2 എന്ന് കിട്ടും. ദിസ് ഈസ് എ ഫൈനൽ എക്സ്പ്രഷൻ. ഇതിലെല്ലാ വാല്യൂസും നമുക്ക് അറിഞ്ഞൂടെ? ഈ ആർ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ബോക്സിലത്തെ വാല്യൂ അല്ലേ? അതിന്റെ വാല്യൂ നമുക്കറിയാം. L1 എന്ന് പറയുന്നത് എന്താ? ബാലൻസ് ലെങ്ത്. എപ്പോഴത്തെ ബാലൻസ് ലെങ്ത്? K1 ക്ലോസ്ഡും K2 ഓപ്പണുമായിട്ടുള്ള ബാലൻസ് ലെങ്ത് ആണ് ഇത് L1. എന്താണ് L2? K1 ഉം K2 ഉം എന്ത് ചെയ്ത് വെച്ചപ്പോൾ ക്ലോസ് ചെയ്ത് വെച്ചപ്പോൾ കിട്ടിയ ബാലൻസ് ലെങ്ത് ആണ് ഇത് L2. അപ്പൊ നോക്കിയേ, R അറിയാം, L1 അറിയാം, L2 അറിയാം, എല്ലാ വാല്യൂസും അറിയാം. നമുക്ക് ഏത് കാണാം? ഇന്റേണൽ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ എന്ത് കാണുന്നത്? ഒരു ബാറ്ററിയുടെ ഇന്റേണൽ റെസിസ്റ്റൻസ് കാണുന്നത്. ഏത് ഉപയോഗിച്ചിട്ട്? പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ച്. ശരിയല്ലേ? ഒന്നുകൂടി വേഗത്തിൽ നമുക്ക് പറയാം. ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എന്താ? K1 ക്ലോസ് ചെയ്യുക, K2 ഓപ്പൺ ചെയ്യുക, ബാലൻസ് ലെങ്ത് മെഷർ ചെയ്യുക. അപ്പോ E പ്രൊപ്പോർഷണൽ ടു L1, ഇക്വേഷൻ നമ്പർ 1. ഇനി എന്താ? K1 ഉം K2 ക്ലോസ് ചെയ്യുക, ബാലൻസ് ലെങ്ത് മെഷർ ചെയ്യുക. അപ്പൊ V പ്രൊപ്പോർഷണൽ ടു L2, ഇക്വേഷൻ നമ്പർ 2. ഓംസ് ലോ പ്രകാരം V സമം എന്താണ്? IR ആണ്. അപ്പൊ I സമം എന്താ? V/R ആണ്. ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R മാത്രം പോരാ, R പ്ലസ് R വേണം. അപ്പൊ R പ്ലസ് R ഇവിടെ കൊടുത്തു, ഇങ്ങനെ വന്നു. V യുടെ സ്ഥാനത്ത് E കൊടുത്തു, അപ്പൊ I സമം E/R പ്ലസ് R വന്നു. ഓംസ് ലോ പ്രകാരം V സമം IR ആണ്. അപ്പൊ ഈ I എന്ന് പറഞ്ഞാൽ ഇയാളാണ്. അത് എടുത്തിട്ട് ഈ I യുടെ സ്ഥാനത്ത് കൊടുത്താൽ ഇതുപോലെ വന്നു. ഇക്വേഷൻ നമ്പർ 2 പറയുന്നുണ്ട് V L2 ന് പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ V എന്ന് പറയുന്ന ഇയാളും ഏതിന് പ്രൊപ്പോർഷണൽ ആവണം? L2 ന് പ്രൊപ്പോർഷണൽ ആവും. അപ്പൊ ER/R പ്ലസ് R പ്രൊപ്പോർഷണൽ ടു എന്ത് വന്നു? L2 വന്നു. ശരിയല്ലേ? ഓക്കെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനി ഇക്വേഷന്റെ അഞ്ചാമത്തെ ഇക്വേഷൻ ഇത് ഒന്നാമത്തെ ഇക്വേഷൻ. ഒന്നാമത്തെ ഇക്വേഷനെ അഞ്ചാമത്തെ ഇക്വേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇക്വേഷൻ 1 ബൈ ഇക്വേഷൻ 5 എന്ത് കിട്ടും? ഒന്നാമത്തെ ഇക്വേഷൻ ഇവിടെ കിടക്കുന്നത് E ആണ്. ബൈ എന്താ വരിക? ER/R പ്ലസ് R സമം L1 ബൈ L2. ഒരു ഇയും ഒരു ഇയും വെട്ടിപ്പോയി. ഈ R പ്ലസ് R മുകളിലേക്ക് കയറി ഇങ്ങനെ വരും. ഈ R/R എന്ന് പറഞ്ഞാൽ 1 ആണ്. പ്ലസ് സ്മോൾ ലെറ്റർ R/R എന്ന് പറഞ്ഞാൽ അതുപോലെ ഈ സമം L1 ബൈ L2. ഈ ഒന്നിനെ റൈറ്റ് സൈഡ് കൊണ്ടുപോയി ഇങ്ങനെ വന്നു. സ്മോൾ ലെറ്റർ R ആണ് കാണേണ്ടത്. ക്യാപിറ്റൽ ആറിനെ അങ്ങോട്ട് കൊണ്ടുപോയി ക്യാപിറ്റൽ R ഇൻറ്റു L1 ബൈ L2 മൈനസ്
ഒന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് കിട്ടുന്ന ഇക്വേഷൻ ആണ് സ്മോൾ ലെറ്റർ ആർ ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ഇൻറ്റു L1 minus L2 divided by L2. By using this equation, we can find in the internal resistance of a cell using potential. Clear ആണല്ലോ? ഡെറിവേഷൻ കുറച്ചുണ്ട്, ശ്രദ്ധിച്ച് എഴുതിയെടുക്കുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സാപ്പിലൂടെ നിങ്ങൾ ചോദിച്ചുകൂടാ. ലൈവ് ക്ലാസ്സിൽ വരുമ്പോൾ അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, സോ തെറ്റാതെ എല്ലാവരും ഫിഗർ പ്രകാരം എഴുതിയെടുത്തോളൂ കേട്ടോ.